നിങ്ങളുടെ ബിസിനസ് ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണോ അതോ പാൻ ഇന്ത്യ ലെവലിൽ ചെയ്യുന്നതാണോ? ഇതിന് രണ്ടിനും നമ്മൾ രണ്ട് രീതിയിൽ മാർക്കറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. 1 ലക്ഷം ആളുകൾ ഉള്ളിടത്ത് നമ്മളൊരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പെന്നാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ പെന്നിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ്? അതിനകത്ത് നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടാവാം, പേരൻസ് ഉണ്ടാവും, വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടാവും. ആ സാധനം നമ്മളൊരു ഷോപ്പിൽ വെച്ചിട്ട് ഒരു 25 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ അത് വാങ്ങിക്കാൻ ആളുകളൊക്കെ അവിടെ വരികയും നമ്മൾ 10 രൂപയുടെ പ്രോഡക്റ്റ് 12 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് അവിടെ വന്ന ആളുകൾ സാധനം വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കടയിലേക്ക് ആൾക്കാരെ എത്തിച്ചാൽ മതി. നേരെ മറിച്ച് നമ്മൾ ഇതൊരു ഇ-കൊമേഴ്സ് വഴിയോ അല്ലെങ്കിൽ പാൻ ഇന്ത്യ ലെവലിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരാളുടെ പെയിൻ പോയിന്റ് വെച്ചിട്ട് നമ്മളൊരു സ്റ്റുഡൻറ്റിന് വെക്കുന്ന ഒരു ക്രിയേറ്റീവ് ഒരു വർക്കിംഗ് പ്രൊഫഷണൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിന് കൺവേർഷൻ കുറവായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഓരോ ആളുടെ പെയിൻ പോയിന്റ് നോക്കിയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ക്രിയേറ്റീവ്സ് ഉണ്ടാക്കേണ്ടത് നോക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് ഫൈൻ ട്യൂൺ ചെയ്ത് നമുക്ക് യഥാർത്ഥ കസ്റ്റമറെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഒട്ടും വൈകിക്കേണ്ട. താങ്ക് യു.